കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനകൾ. എഴുതിയത് സേതു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനകളിലൂടെയാണ് ഞാൻ ഉണ്ടായതെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകേണ്ടതെല്ലാം തൻ്റെ കാര്യത്തിൽ മാത്രം വൈകിപ്പോയതിനെപ്പറ്റി അവർക്ക് പരാതികളില്ലായിരുന്നു. പക്ഷേ അത്തരം ആകസ്മികതയുടെ തുടർച്ചയായ ആവർത്തനം അവരെ തെല്ലൊന്ന് വിസ്മയിപ്പിച്ചിരുന്നുവെന്നത് നേരാണ്. വൈകിയെത്തിയ യൗവനം, വൈകി നടന്ന കല്യാണം, ഒരുപാട് വൈകിയ ഗർഭം. ആദ്യത്തെ ഗർഭം താനെ അലസിയപ്പോൾ രണ്ടാമത്തേത് ഇല്ലാതാക്കിയത് താലൂക്ക് ആസ്പത്രിയിലെ ലേഡി ഡോക്ടറുടെ കൈക്രിയകളായിരുന്നു. മൂന്നാമത്തേതിൻ്റെ രക്ഷയ്ക്കായി കർമ്മങ്ങളുടെ നീണ്ട ചാർത്തെഴുതിച്ച വല്യമ്മാവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അത് ചീന്തിക്കളഞ്ഞത് വാവെടുത്ത നാളുകളിലെ ദുസ്സഹമായ വലിവിൻ്റെ ഇടവേളകളിൽ വെച്ചായിരുന്നു. അതിനുശേഷമാണ് അവർ പ്രാർത്ഥനയുടെ വഴികൾ തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. പക്ഷേ പരദേവതയുടെയും പിതൃക്കളുടെയും കാരുണ്യങ്ങളിൽ പണ്ടേ വിശ്വാസമില്ലാതിരുന്ന അമ്മ ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത്? 7ാം ക്ലാസ്സിൽ ഞാൻ 1ാം വട്ടം തോറ്റപ്പോഴാണ് അമ്മ ആദ്യമായി കരയുന്നത് കണ്ടത്. ആരെയോ ഉറക്കെ വിളിച്ച് ഏങ്ങലടിക്കുന്നത് പോലെ. കരച്ചിലും പരാതിയും കൂടിക്കുഴഞ്ഞ് ഒരുമാതിരിയായപ്പോൾ ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. തൊലിയടർന്ന പേരമരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുമ്പോൾ, ചാഞ്ഞുകിടക്കുന്ന കൊമ്പിലിരുന്ന് കാലുകൾ ആട്ടുമ്പോൾ അമ്മ എന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാട്ടുണ്ടാക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. 7, 8ലേക്കുള്ള പടിവാതിലായിരിക്കെ 7 തോൽക്കുന്നവരെ ചൊല്ലി ഞങ്ങളുടെ നാട്ടിലെ അമ്മമാർ കരയാറില്ലല്ലോ. എന്തായാലും തേങ്ങലുകൾക്കിടയിൽ അമ്മ എണ്ണിപ്പെറുക്കി പറഞ്ഞിരുന്ന പരാതികളൊക്കെ ആരോടായിരുന്നുവെന്ന് തിരക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. നാട്ടിൻപുറത്തെ ഇടത്തരം വീടുകളിലെ അമ്മമാർക്ക് പരാതിപ്പെടാനായി ഒരുപാട് പ്രതിഷ്ഠകൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ വീണ്ടും അടുത്ത കൊല്ലവും ഞാൻ 7ൽ തോറ്റപ്പോൾ അമ്മ വല്ലാതെ തളർന്നിരിക്കണം. വീട്ടിലെ പുറംപണിക്കാരി ജാനുവിൻ്റെ മകൾ സുമാവലിക്ക് പോലും കടന്നുകൂടാവുന്ന പരീക്ഷയായിരുന്നല്ലോ അത്. അതുകൊണ്ടാവാം അത്തവണത്തെ തേങ്ങലിന് വല്ലാത്തൊരാഴവും നന്നേ ഉറക്കെയുള്ള പ്രാർത്ഥനകൾക്ക് ഏതോ ചില സ്വകാര്യ പരാതികളുടെ ശീലവും ഉണ്ടായിരുന്നു. നെടുമ്പുരയിൽ പരദേവതയെയും പിതൃക്കളെയും കുടിയിരുത്തിയിരിക്കുന്ന പൂജാമുറിയിൽ അമ്മ ഒരിക്കലും കയറുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് തനിച്ചിരിക്കാൻ വേറൊരു മുറിയുണ്ടായിരുന്നു. കിടപ്പ് മുറികളുടെ ഇടയിലുള്ള ഇടനാഴിയുടെ തെക്ക് വശത്തായി കാറ്റും വെളിച്ചവും കയറാത്ത ഒരു കുടുസു മുറിയിലായിരുന്നു പുലർച്ചയ്ക്കും സന്ധ്യയ്ക്കും അവർ കതകടച്ച് ഇരിക്കാറുണ്ടായിരുന്നത്. ഒരിക്കൽ മാത്രമേ ഞാൻ അതിനകത്ത് കയറിയിട്ടുള്ളൂ. അന്ന് അമ്മേനെ ഉന്തി വെളിയിലാക്കിയതിനു ശേഷം ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കൂടി ഞാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അതൊരു സാധാരണ പൂജാമുറി അല്ലായിരുന്നു. അതിനകത്ത് ദൈവങ്ങളുടെ പടങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആകെക്കൂടി ഉണ്ടായിരുന്നത് ഒത്ത നടുവിലായിട്ട് ചെറിയൊരു പീഠം മാത്രം. ധ്യാനത്തിനായി അമ്മ ചമ്രം പടിഞ്ഞിരുന്നത് ആ പീഠത്തിലായിരുന്നിരിക്കണം. അമ്മ അമ്പലങ്ങളിൽ പോകുന്നത് കണ്ടിട്ടില്ല. ഒരുമാതിരി ആചാരങ്ങളിലും ചടങ്ങുകളിലും അവർക്കൊട്ട് വിശ്വാസവുമില്ലായിരുന്നു. തൻ്റെ മരണശേഷം യാതൊരു ക്രിയകളും നടത്തരുതെന്ന് അവർ പണ്ടേ പറഞ്ഞു വെച്ചിരുന്നു. നന്നായിട്ട് കായ്ക്കുന്ന മാവുകളെ നമ്മുടെ പറമ്പിലുള്ളൂ. ഒക്കെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ നട്ടു വളർത്തിയവ. അവയൊന്നും വെട്ടി നാശമാക്കരുത്. നല്ല ഉണക്കം പിടിച്ച ചാണകവരളുകൾ കാണും ആറങ്കാവിലും നമ്മുടെ സുബ്രുവിൻ്റെ കയ്യിൽ. കോടിത്തുണി കൊണ്ട് പൊതിഞ്ഞ് വറളികൾക്ക് മീതെ കിടത്തി നല്ല വെടിപ്പായിട്ട് സ്ഫുടം വെച്ച് നരകിപ്പിക്കാതെ എത്രയും വേഗം തീ കൊടുക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ മരിച്ചവരോടുള്ള നിങ്ങളുടെ ബാധ്യത. നിങ്ങളുടെ എല്ലാ കെട്ടുപാടുകളും പോയവരുടെ ഉയിരിനോട് മാത്രമായിരുന്നുവെന്ന് ഓർക്കുക. അവരുടെ ജീവനില്ലാത്ത ശരീരങ്ങളോട് യാതൊരു കടപ്പാടും കണ്ടുവെക്കേണ്ട. അതുകൊണ്ട് അസ്ഥികൾ പുഴയിൽ ഒഴുക്കാനോ 15 ദിവസം ചിട്ടയൊപ്പിച്ച് ബലിയിട്ട് ഒടുവിൽ കരക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി 16 അടിയന്തരവും സബിണ്ടിയും നടത്താനോ ഒന്നും നോക്കരുത്. എല്ലാ ജീവികളുടെയും എല്ലും ചാരവും മണ്ണിൽ ചേരേണ്ടതാണ്. മണ്ണിനേക്കാൾ കൂടുതൽ ശുദ്ധിയൊന്നുമില്ല പുണ്യനദികളിലെ വെള്ളത്തിന്. പിന്നെ ബലിച്ചോറിൻ്റെ കാര്യം. ഈ ലോകവുമായുള്ള എല്ലാ കെട്ടുകളും പൊട്ടിച്ചു പോയിട്ടും നാളും പക്കവും ഒപ്പിച്ച് നിങ്ങളുടെ എള്ളും ചോറും കൊത്തി തിന്നാനായി കഴുത്തു നീണ്ട വൃത്തികെട്ട ഒരു കാക്കയായി ഞാൻ വന്നെത്തുമെന്ന് വിശ്വസിക്കുന്നുവോ നീയ്? അല്ലെങ്കിലും എനിക്ക് വലിയ അറപ്പാണ് ഈ കാക്കകളെ. എണ്ണമയം കലർന്ന ആ കറുപ്പിൻ്റെ അറപ്പ് മാത്രമല്ല. എപ്പോഴും നമ്മുടെ വൃത്തികേടുകളിലേക്ക് മാത്രം പറന്നെത്തുന്ന കാക്കകളെ പിതൃക്കൾക്കുള്ള അന്നം കൊത്താനെത്തുന്ന വിശുദ്ധ പക്ഷികളായി കാണാൻ എനിക്കാവില്ലല്ലോ. 2ാമത്തെ അറ്റാക്കിന് ശേഷം അമ്മ എനിക്കയച്ച കത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരുന്നു. കടല് കടന്നെത്തിയ കത്തിൽ ഞാൻ പഴയ വാശിക്കാരിയായ അമ്മയെ വീണ്ടും കണ്ടു.
വാസ്തവത്തിൽ ചെറുപ്രായത്തിൽ അമ്മ പറയുന്നതൊന്നും എനിക്ക് തീരെ മനസ്സിലാവില്ലായിരുന്നു. വല്ലപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്ന കൂട്ടുകാരാകട്ടെ, അതൊക്കെ കേട്ട് അമ്മ കാണാതെ വാ പൊത്തി ചിരിക്കുകയും ചെയ്യും. തൻ്റെ അമ്മയ്ക്ക് നൊസ് തന്നെയാടോ കുഞ്ഞൂട്ടാ എന്നെ എന്നോട് തുറന്നു പറഞ്ഞ വാര്യത്തെ ഉണ്ണിയോട് വഴക്കു കൂടാൻ കഴിയാഞ്ഞത് അവൻ പറഞ്ഞതിൽ കുറെ കാര്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ്. പക്ഷേ അവരുടെ അതിരും വടിവുമില്ലാത്ത പറച്ചിലുകൾ നുസ്സുകൊണ്ടല്ല, വേറിട്ട കാഴ്ചകളുടെ വിശുദ്ധി കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീട് എത്രയോ കഴിഞ്ഞാണ്. പ്രാർത്ഥനയുടെ കിടാവായത് കൊണ്ടാവാം അമ്മ എപ്പോഴും എന്നിൽ നിന്ന് ലേശം അകലം കാക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എന്ത് കുറുമ്പ് കാട്ടിയാലും തല്ലാറില്ല. സഹിക്ക വയ്യാതാകുമ്പോൾ തലയും കുനിച്ച് പുറകിലുള്ള പറങ്കിമാവിൻ കൂട്ടത്തിലേക്ക് നടക്കുന്നത് കാണാം. അവിടെ ഇരുന്നാവും എണ്ണമറ്റ പരാതികൾ നിരത്തുക. ആരോടാണ് അമ്മയ്ക്ക് പരാതികൾ പറയാനുണ്ടായിരുന്നത്? ഞാനൊന്നും ചോദിക്കാറില്ല. ചോദ്യങ്ങളിൽ നിന്ന് വഴുതി മാറാൻ അവർക്ക് വലിയ മിടുക്കായിരുന്നു. അല്ലെങ്കിൽ ഒരു അന്തവും കിട്ടാത്ത കടങ്കഥ പോലെ ഒരു മറുപടിയാവും കിട്ടുക. പ്രത്യേകിച്ചും എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ. എനിക്ക് പേരിടുന്നതിൻ്റെ തലേന്ന് നാടുവിട്ടു പോയതാണെന്ന് പറയപ്പെടുന്ന എൻ്റെ അച്ഛൻ. അച്ഛനെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അമ്മയുടെ മുഖത്ത് ഒരു നേർത്ത ചിരി വിരിയുന്നത് ഞാൻ കാണാറുണ്ട്. അയാളാ നിന്റെ അച്ഛനെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ പിന്നെ ആരാ? 33 ദേവതകളും സൂര്യചന്ദ്രന്മാരും സാക്ഷിയായി. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ഞാനും പറങ്കിമാവിൻ തോട്ടത്തിലേക്ക് നടക്കുകയായി. സ്വന്തം അച്ഛനെ തിരക്കുന്നത് തനി വങ്കത്തമാണെന്ന് പിന്നീട് ഒരിക്കൽ അവർ സൂചിപ്പിച്ചു. കണ്ണും കാഴ്ചയും തെളിഞ്ഞ ഒരു മകൻ എന്തിന് തൻ്റെ അച്ഛനെ അറിയണം? അവന്റെ ജീവിതത്തിൽ അച്ഛനെന്ന സങ്കല്പത്തിന് പോലും എന്താണ് പ്രസക്തി? പിന്നീട് പയ്യെ പയ്യെ അവർ പറഞ്ഞതിലും അല്പം കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി തുടങ്ങി. പണ്ടെന്നോ പുറപ്പെട്ടുപോയ ആളെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരാൻ ആർക്കും കഴിയുന്നില്ല. പിന്നെ കുടുംബത്തുനിന്ന് പിണങ്ങി വടക്കോട്ട് പോകുന്നവർ ഒരിക്കലും തിരിച്ചു വരാറില്ലെന്നാണ് ഞങ്ങളുടെ നാട്ടിലെ വിശ്വാസം. കുറെ നാളൊക്കെ ഇത്തരമൊരു ആശ്വാസത്തിന്റെ ബലത്തിൽ നടക്കുമ്പോഴാണ് നാട്ടുകാരെ ആകെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു ത്രിസന്ധ്യയ്ക്ക് പണ്ടെന്നോ ബർമ്മയിലോ പെനാങ്കിലോ തോട്ടത്തിൽ പണിക്ക് പോയി മലമ്പനി പിടിച്ചു മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന കളത്തിലെ അച്ചുവിന്റെ മുത്തച്ഛൻ ഒരു 100 വയസ്സിന്റെ പൂതൽ പിടിച്ച ഉടലുമായി മടങ്ങി വരുന്നത്. അതോടെ പുറപ്പെട്ടു പോയവരിൽ ചിലരെങ്കിലും ഇത്തരം വിചിത്രമായ ത്രിസന്ധ്യകളിൽ മടങ്ങി വന്നേക്കുമെന്ന സൂചന ഞങ്ങളിൽ നിറയുകയായി. അങ്ങനെയെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാര്യമോ? എന്തിന്, എങ്ങോട്ടാണ് അച്ഛൻ പുറപ്പെട്ടു പോയത്? ആദ്യമൊക്കെ ഒതുക്കിയിട്ടെങ്കിലും ഉള്ളിൽ കിടന്ന് വളർന്ന് അതൊരു വലിയ അലട്ടലായി മാറിയപ്പോൾ ഒരു കണിശമായ ഉത്തരം വേണമെന്ന വാശിയായി. ഇക്കുറി അമ്മയുടെ മുഖം വല്ലാതെ ചുവന്നു തുടുക്കുന്നതും ചുണ്ടുകൾ വിറകൊള്ളുന്നതും കണ്ടു. എന്താ നിനക്കറിയണ്ടേ? ഞാനൊന്നും മിണ്ടിയില്ല. അമ്മയുടെ കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ല. എന്താ അറിയേണ്ടേന്ന് അമ്മ ആവർത്തിക്കുകയാണ്. മുമ്പൊന്നും കേൾക്കാത്ത തരത്തിലൊരു കടുത്ത ഒച്ച. അമ്മയുടെ ഉടലൊന്ന് വിറച്ചു. അതു വലിവിന്റെ തുടക്കമാണെന്ന് എനിക്കറിയാം. എൻ്റെ തൊണ്ട വറ്റി. അച്ഛൻ ആ ആനക്കാരൻ രാമൻ നായർ തന്നെ, അല്ലാണ്ടാരാ? അമ്മയുടെ നെഞ്ചു പൊടുന്നനെ പൊങ്ങാനും താഴാനും തുടങ്ങിയപ്പോൾ, തൊണ്ടയിൽ നിന്ന് പലതരം ഒച്ചകളുടെ ചീളുകൾ ചിതറി വീണപ്പോൾ വല്ലാത്തൊരു പേടിയോടെ ഞാൻ അവിടെ നിന്നും വഴുതി മാറി. അമ്മ വലിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇക്കുറി വാവിന് മുമ്പേ തുടങ്ങിയിരിക്കുന്നു. അമ്മയങ്ങനെ പറഞ്ഞെങ്കിലും ആനക്കാരൻ രാമൻ നായരാവില്ല എൻ്റെ അച്ഛനെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ സാന്നിധ്യങ്ങളായിരുന്നു കോവിലകത്തെ കുട്ടിക്കൃഷ്ണനും അവൻ്റെ മുരടനായ പാപ്പാൻ രാമൻ നായരും. കറുത്തുരുണ്ട ഒരു കുറ്റിത്തല മുടിക്കാരൻ, വലതു കൈയിലെ മുഴച്ച പേശികളിൽ കറുത്ത ചരടിൽ കോർത്ത തീവണ്ടി എഞ്ചിൻ പോലത്തെ ഏലസ്. കോലോത്തെ അടിച്ചുതളിക്കാരുടെ അമ്മമാർ പറയാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ആ രാമൻ നായരൊക്കെ ഈ വഴി കൂടെ പോയിട്ടും എൻ്റെ മോള് ഈ മാസവും കുളിച്ചല്ലോ എന്ന്. അതുകൊണ്ടാവാം പെറാത്ത പെൺമക്കൾ കുടുംബത്തിലുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തെ ഏറ്റവും കരുത്തുള്ള പിതൃസങ്കല്പം ആനക്കാരൻ രാമൻ നായർ തന്നെയായിരുന്നിരിക്കണം. വലിയ തറവാടുകളുടെ കാര്യത്തിലാണെങ്കിൽ കോലോത്തെ കൊച്ചുണ്ണി തമ്പുരാനും. പക്ഷേ കരിങ്കാക്കകളെ വെറുത്തിരുന്ന എൻ്റെ അമ്മയ്ക്ക് കറുത്തുരുണ്ട് മേലാകെ ചുരുണ്ട രോമക്കെട്ടുള്ള രാമൻ നായരെ അറപ്പായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. 7 ഒരു വിധത്തിൽ കടന്ന് 8-ൽ കയറി അവിടെയും ഞാൻ തോൽക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ അതേ വരെയുള്ള പ്രാർത്ഥനകളുടെയും പരാതികളുടെയും അന്തമില്ലായ്മ അമ്മയ്ക്ക് ബോധ്യമായത്. ക്ലാസ് ടീച്ചർ പത്മാവതി ടീച്ചറെ കണ്ടുവന്നതിന് ശേഷം അമ്മ എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നീ ഒരിക്കലും നേരെയാവില്ല കുഞ്ഞൂട്ടാ. ഞാൻ ചോദ്യഭാവത്തിൽ അമ്മയുടെ നേർക്ക് നോക്കിയിരിക്കണം. അവർ ആവർത്തിച്ചു,
ആ പത്മാവതി ടീച്ചർ മാത്രമല്ല, എല്ലാവരും പറയണത് അങ്ങനെയാ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന മട്ടിൽ ഞാൻ തറപ്പിച്ചു നോക്കിയപ്പോൾ അമ്മ പിറുപിറുത്തു. 4 അക്ഷരം പഠിപ്പിച്ചു കണ്ണ് തെളിയിക്കാൻ ചുമതലപ്പെട്ടവര് പറഞ്ഞ എങ്ങനെയാ കുഞ്ഞൂട്ടാ വിശ്വസിക്കാണ്ടിരിക്കുക? എന്നിട്ടും എന്റെ അമ്മ ക്ഷമിച്ചു. പക്ഷെ ഒരു ത്രിസന്ധിക്ക് തൊഴുത്തിന്റെ പിന്നാമ്പുറത്ത് വെച്ച് പണിക്കാരി ജാനുവിന്റെ ഇളയ മകൾ സുമാവലിയുടെ പാവാടക്കുത്തിന് കയറി പിടിച്ചുവെന്ന പരാതി കാതിലെത്തിയപ്പോഴാണ് അമ്മ ശരിക്കും ഉറഞ്ഞു തുള്ളിയത്. ശരിയാ, നീ ആ ആനക്കാരൻ രാമനായുടെ മോൻ തന്നെയാ, സംശയമില്ല. ആ ഉണ്ടക്കണ്ണൻ പോത്തിന്റെ സ്വഭാവം തന്നെയാ നീ കാട്ടണത്. അങ്ങനെ പറയുമ്പോൾ അമ്മയുടെ തൊണ്ട വല്ലാതെ ഇടറിയത് ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ചുണ്ടുകൾ എന്തൊക്കെയോ ഉരുവിടുന്നുണ്ടായിരുന്നു. ഇക്കാലം അത്രയും പുറത്തേക്കെടുക്കാതെ ഉള്ളിൽ അമർത്തിയിട്ടിരുന്ന പ്രാർത്ഥനകളും കരച്ചിലും പരാതിയുമൊക്കെ താനെ തള്ളിക്കയറി വരുന്നത് പോലെ. ഇത്തിരി കഴിഞ്ഞ് എന്തൊക്കെയോ ഒരുപാട് ഓർത്ത് വലിയൊരു വീണ്ടുവിചാരം പോലെ അവർ പറയുന്നത് കേട്ടു. നീ ഒരിക്കലും നേരെയാവാൻ പോണില്ലെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. എന്നിട്ടും കണ്ണ് തെളിഞ്ഞ് കിട്ടട്ടേന്ന് മോഹിച്ച് ഇത്രയും കാലം വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് ഇപ്പോഴാ മനസ്സിലാവണത്, ഇക്കണ്ട കാലം മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നത് ആരോടെന്ന് എനിക്കെന്നെ ഓർമ്മയില്ലല്ലോന്ന്. അന്നേരം അവരുടെ മുഖത്ത് ഏതോ പ്രാചീനമായ ശാന്തതയായിരുന്നുവെന്ന് ഓർമ്മ വരുന്നു. ആ പറഞ്ഞതിന്റെ പൊരുളറിയാതെ ഞാൻ ഏറെ നേരം അന്തിച്ചു നിന്നിരിക്കണം. ഇതൊക്കെ പഴയ കഥകൾ. ഒരാഴ്ച മുമ്പാണ് എൻ്റെ അമ്മ മരിച്ചത്. റാസൽ ഖൈമയിൽ നിന്ന് താൻ എത്തിയിട്ടേ അവരുടെ ശരീരം മറവ് ചെയ്യാവൂ എന്ന് ഇളയമ്മയുടെ മക്കളോട് ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നു. എല്ലാ ക്രിയകളും ചിട്ടയനുസരിച്ച് തന്നെ നടത്തണമെന്ന് എനിക്ക് വലിയ നിർബന്ധമായിരുന്നു. അതിനായിട്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾ ഊഞ്ഞാലാടി കളിച്ചിരുന്ന വടക്കുവശത്തെ വലിയ പുളിയന്മാവ് തന്നെ വെട്ടിക്കാൻ ഏർപ്പാട് ചെയ്തു. ഇന്നായിരുന്നു സഞ്ചയനം. അസ്ഥികളും ചാരവും നിറച്ച ചുവന്ന പട്ടുകൊണ്ട് മൂടിക്കെട്ടിയ കുടവുമായി രാമേശ്വരത്തേക്കുള്ള വണ്ടിയിൽ ഇരിക്കുകയാണ് ഞാനിപ്പോൾ. രാമേശ്വരത്തേക്ക് പോകുന്നവർക്ക് പരേതാത്മാക്കളെപ്പറ്റി ഓർക്കാതിരിക്കാൻ വയ്യ. രാമേശ്വരത്തേക്കുള്ള വണ്ടികളുടെ ഓരോ അടിത്തളവും അത്തരം ഒരുപാട് ഓർമ്മകളുടെ തുടികൊട്ടലുകളാണ്. പക്ഷേ വണ്ടിച്ചക്രങ്ങളുടെ ആസുര താളങ്ങൾക്കിടയിൽ എന്നെ വല്ലാതെ കുഴക്കുന്ന ചില പഴയ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും പൊങ്ങി വന്നുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത്? പണ്ടെന്നോ പുറപ്പെട്ടു പോയ എൻ്റെ അച്ഛൻ ഒരു ത്രിസന്ധ്യയ്ക്ക് 1 നൂറ്റാണ്ടിന്റെ പൂതൽ പിടിച്ച ശരീരവുമായി കടന്നു വരുമോ?